എക്സലന്റ് വന്ദനം. രാമായണത്തിലെ ചെറിയൊരു കഥാംശമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം കാട്ടിലൂടെ അലഞ്ഞ് ശൂർപ്പണഖ രാമനെ കാണാൻ ഇടയാകുന്നു. അവൾ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ താൻ വിവാഹിതനാണെന്നും തന്റെ പത്നി സീത കൂടെയുണ്ടെന്നും രാമൻ അറിയിക്കുന്നു. ലക്ഷ്മണനോട് ഇതേ ആഗ്രഹം പറഞ്ഞപ്പോൾ താൻ രാമന്റെ ദാസനാണെന്നും എന്നെ വിവാഹം ചെയ്താൽ ദാസിയായി ജീവിക്കേണ്ടി വരുമെന്നും അറിയിക്കുന്നു. കോപിഷ്ഠയായ ശൂർപ്പണഖ സീതയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് ലക്ഷ്മണൻ അവളുടെ മൂക്കും ചെവിയും വെട്ടിക്കളയുന്നു. എന്നാൽ ശൂർപ്പണഖയാകട്ടെ പ്രതികാരം ചോദിക്കാൻ സഹോദരങ്ങളായ ഖരനെയും ദുഷനെയും കൂട്ടി സൈന്യസമേതം രാമനുമായി യുദ്ധം ചെയ്യുകയും രാമനാകട്ടെ ഒറ്റയ്ക്ക് എല്ലാവരെയും വധിക്കുകയും ചെയ്തു. അതിനുശേഷം ശൂർപ്പണഖ സഹോദരനായ രാവണനിൽ നിന്നും സഹായം ചോദിക്കാൻ ലങ്കയിലേക്ക് പോയി. സഹോദരിയുടെ ദയനീയമായ സ്ഥിതി കണ്ട് രാവണൻ അങ്ങേയറ്റം കുപിതനായി. രാമനും ലക്ഷ്മണനും സീതയും സൈന്യബലമില്ലാതെ പഞ്ചവടിയിൽ കഴിയുന്ന കാര്യം അവൾ രാവണനോട് പറഞ്ഞു. സീതയാണ് ഭൂമിയിലെ അതീവ സുന്ദരിയായ സ്ത്രീ എന്നും അവൾ കൂട്ടിച്ചേർത്തു. അങ്ങനെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതികളെ പറ്റി ആലോചിക്കാൻ തുടങ്ങി. രാവണൻ തടകാപുത്രനും മായാവിയുമായ മാരീചനെ കണ്ട് തന്റെ ആഗ്രഹം പറഞ്ഞു. മാരീചൻ വിസമ്മതിച്ചെങ്കിലും കൊല്ലുമെന്ന് രാവണൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. എന്തായാലും മരണം ഉറപ്പാണ്, അത് രാമന്റെ കൈകൊണ്ടാകുന്നതാണ് നല്ലതെന്ന് അവൻ ആഗ്രഹിച്ചു. അങ്ങനെ മാരീചൻ രൂപം മാറി ഒരു സുന്ദരമായ സ്വർണ്ണമാനായി ആശ്രമത്തിലേക്ക് ചെന്നു. സീതയെ മോഹിപ്പിക്കാൻ വേണ്ടി അത് ആശ്രമത്തിനടുത്തു കൂടെ ഓടി നടന്നു. മാനിനെ കണ്ട സീത അതിനെ പിടിച്ചു തരണമെന്നും രാമനോട് പറയുന്നു. രാമൻ സീതാ സംരക്ഷണം ലക്ഷ്മണനെ ഏൽപ്പിച്ച് മാനിനെ പിടിക്കാൻ പോയി. മാൻ രാമനെ പിടികൊടുക്കാതെ കാട്ടിനുള്ളിലേക്ക് പാഞ്ഞുപോയി. പിന്തുടർന്ന രാമന് ഇതേതോ മായാവി രാക്ഷസനാണെന്ന് മനസ്സിലാവുകയും അമ്പേത് വീഴ്ത്തുകയും ചെയ്തു. മരിക്കുന്നതിന് മുൻപ് മാരീചൻ രാമന്റെ ശബ്ദത്തിൽ അയ്യോ ലക്ഷ്മണ രക്ഷിക്കണേ എന്നൊരൊക്കെ നിലവിളിച്ചു. ഇത് കേട്ട സീത രാമനും ദാവതി പിണങ്ങിയിട്ടുണ്ടെന്നും പോയി രക്ഷിക്കണമെന്നും ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് സീതാമാതാവിന്റെ വാക്കുകൾ അനുസരിച്ച് പോകാൻ സമ്മതിച്ചു. പോകുന്നതിന് മുൻപ് ലക്ഷ്മണൻ സീതയുടെ സുരക്ഷ ഉറപ്പിക്കാൻ ഒരു രേഖ വരച്ച് ഇതിനപ്പുറത്തേക്ക് കടക്കരുതെന്ന് പറഞ്ഞു. ലക്ഷ്മണൻ പോയതിനു ശേഷം രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ ആശ്രമത്തിലെത്തി. ലക്ഷ്മണനെ കണ്ട രാവണനെ ഇത് പേടിച്ച് ഉള്ളിൽ കിടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അതിനാൽ തനിക്ക് വിശക്കുന്നുണ്ടെന്നും വല്ലതും ഭക്ഷിക്കാൻ തരണമെന്നും സീതയോട് അപേക്ഷിച്ചു. നടക്കാനൊന്നും കഴിയാതെ അവശനായ ഒരു സന്യാസിയായി രേഖക്ക് പുറത്തു നിന്നു. അങ്ങനെ സീത ലക്ഷ്മണരേഖ കടന്നതും രാവണൻ സീതയെ പിടിച്ചതിന്റെ പുഷ്പക വിമാനത്തിലേക്ക് ഇടുകയും ചെയ്തു. ഗരുഡന്മാരുടെ രാജാവായ ജടായു രാവണൻ സീതയെ ബലമായി കൊണ്ടുപോകുന്നത് കണ്ടു. ജടായു രാവണനെ തടഞ്ഞെങ്കിലും രാവണൻ തന്റെ ചന്ദ്രാസം കൊണ്ട് ജടായുവിന്റെ ചിറക് വെട്ടിക്കളയുകയും ചെയ്തു. സംഭവിച്ച കാര്യങ്ങൾ രാമനോട് പറയാൻ വേണ്ടി ജടായു പ്രാർത്ഥനയോടെ രാമനെ കാത്തുകിടന്നു. ആശ്രമത്തിൽ തിരിച്ചെത്തിയ രാമൻ സീതയെ കാണുന്നില്ലെന്ന് മനസ്സിലാക്കി. രാമനും ലക്ഷ്മണനും സീതയെ തിരിഞ്ഞ് കാട്ടിലൂടെ നടക്കുമ്പോൾ ജടായുവിനെ കണ്ടു. എല്ലാം വിശദീകരിച്ച ജടായു രാമന്റെ കയ്യിൽ നിന്നും അന്ത്യജലം പാനം ചെയ്ത് ലോകം വിടുന്നു. ഈ ചെറിയ കഥാംശത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എല്ലാ ദുർഗുണങ്ങളും ദുഷ്പ്രഭാവങ്ങളും കാഴ്ചയിൽ ആകൃഷ്ടമായിരിക്കും, പക്ഷേ അതിന്റെ വലയിൽ വീണു പോകരുത്. സ്വർണ്ണമാനിനെ മോഹിച്ച സീതയെ പോലെ പ്രവൃത്തി സത്യത്തിന് വേണ്ടിയാവുക, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പ്രവർത്തിക്കുക. ജീവിതം ഒരു വെല്ലുവിളിയാണ്, അതിനെ
സഹിക്കാൻ പഠിക്കുക. ഒറ്റ ചിറക് കൊണ്ടുപോലും നീതിക്ക് വേണ്ടി പോരാടിയ ജഡായുവിനെ പോലെ. മറ്റുള്ളവർ അരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ലക്ഷ്മണരേഖ മറികടന്ന സീതയെ പോലെ. ഇതുപോലെ രാമായണം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പകർന്നു തരുന്നുണ്ട്. നന്ദി.